അപ്പൊ ഞാൻ 105 കിലോ ഉണ്ടായിരുന്നു. ഇതേ ഞങ്ങളുടെ ബാച്ചില് ഏത് ബാച്ചിലായിരുന്നു? ഞാൻ 55ാമത്തെ ബാച്ചിലുള്ള ആളെ. എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? ഞാൻ 104.9. വാ, ഞാനുമായിട്ട് ജസ്റ്റ് 100 ഗ്രാമിന്റെ വ്യത്യാസമേ ഉള്ളായിരുന്നു. ഇപ്പൊ 85 താഴത്തേക്ക് പോയി. എത്ര നാള്? 6 മന്ത്, 6 മാസം കൊണ്ടാണ് അപ്പം ആ ഒരു വെയിറ്റിലെത്തിയത്. അപ്പൊ ഇന്ന് ആലപ്പുഴയിൽ ഓണപരിപാടിയൊക്കെ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെയുള്ള ഓട്ടമല്ലേ. ഓണപരിപാടിയായിട്ട് ഇന്ന് ആലപ്പുഴയിൽ സദ്യ കഴിക്കാൻ വന്നിരിക്കുവല്ലേ. ഞങ്ങളുടെ ഓണപരിപാടി ഇവിടെ. അപ്പൊ ഞങ്ങൾക്കിതേ എൻ്റെ എല്ലാം ഡയറ്റിന് സഹായം തന്ന എന്ത് ചോദിച്ചാലും ഓട്ടനെ റിപ്ലൈ ചെയ്ത് എൻ്റെ പൊട്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടപ്പുറപ്പിനെ. അതാണ് നമ്മള് എന്താ പറയാ, സാധാ വെറുതെ പോയൊരു ഡയറ്റും അടുത്തൊരു ഡയറ്റ് ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് ഇതാണ്. നമ്മൾ സപ്പോർട്ടോട് കൂടി എൻജോയ് ചെയ്ത് നല്ലൊരു ഗ്രൂപ്പിൽ അപ്പൊ എന്തൊക്കെ നമ്മൾ സംശയങ്ങൾ ചോദിച്ചാലും ഒരാള് പുറകെ ഉണ്ടെങ്കിൽ ഞാനല്ല കേട്ടോ, അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരാളാണ്. എന്റെ ബ്രദറാണ്, ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണ്. ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി ആയിട്ടുണ്ടാവും. പിന്നെ എക്സസൈസ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ, അത്യാവശ്യം കാലിന്റെ കൈയിന്റെ ഒക്കെ എക്സസൈസ്. നമ്മുടെ ഡയറ്റ് എങ്ങനെയാ? സൂപ്പർ ഡയറ്റ്, ഫുൾ ഭക്ഷണം. മതിയായി എനിക്ക് ഭക്ഷണം കഴിച്ച്. ഫ്രൂട്ട്സ്, എല്ലാ സാധനങ്ങളും ഭക്ഷണം കഴിക്കാൻ ഒരു ലിമിറ്റ് ഇല്ല. എല്ലാം കൺട്രോൾ വേണം എന്നുള്ളതേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ. അതെ അതെ, നമ്മള് ഇഷ്ടപ്പെട്ട എല്ലാം കഴിക്കാം, പക്ഷെ ഇഷ്ടപ്പെട്ട അത്രയും കഴിക്കാതിരുന്നാൽ മതി. കിലോ വെളിച്ചെണ്ണ മേടിച്ചിരുന്നിടത്ത് ഞാനിപ്പോ 1/2 കിലോ ആക്കി. അത്രയും കുറഞ്ഞു. എന്റെ വണ്ണമാണെങ്കിലും അതനുസരിച്ച് കുറഞ്ഞു. നല്ല ബഡ്ജറ്റിലും നമുക്ക് കുറെയൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റില്ലേ. അരി മേടിക്കണം എന്നാ ഇപ്പോഴത്തെ ഫീല് ആൾക്കാരുടെ അന്നത്തെ ആ ഒരു ഇതും അല്ല ഇപ്പൊ ശാരീരികമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ? ശാരീരികമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 5 ആക്സിഡന്റ് കഴിഞ്ഞ ആളാണ്. ഇന്ന് ട്രെയിൻ കിട്ടാനായിട്ട് 7:50 ട്രെയിൻ ഞങ്ങൾ 7:50 45 സ്റ്റേഷനിൽ ഇറങ്ങി, മെട്രോയിൽ ഇറങ്ങി. 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ സ്റ്റേഷനിൽ ഓടിയെത്തി. പണ്ടത്തെ കാലമാണെങ്കിൽ ഞാൻ എത്തില്ല, ചത്തുപോയതിന്. ഇന്ന് ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഓടി ട്രെയിനിൽ കയറി സൂപ്പറായിട്ട് എത്തി. പിന്നെ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, 325 എൻ്റെ കൊളസ്ട്രോൾ. അതിപ്പോൾ 150 താഴെയായി. പിന്നെ തൈറോയിഡ് 1.6 ആയി. അത് കുറഞ്ഞു പോയി ഭയങ്കരമായിട്ട്. പിന്നെ എൻ്റെ ജോയിന്റ് പെയിനുകൾ, മുട്ട് രണ്ടും ഒടിഞ്ഞു പോയതാ. മുട്ട് നടു ഡിസ്ക് തെറ്റിയതാണ്, തല ഓപ്പറേഷൻ കഴിഞ്ഞാണ്. ഇല്ലാത്ത ഒന്നുമില്ല. പക്ഷെ എനിക്ക് അതൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമല്ല. എവിടെ വേണമെങ്കിലും ഓടിപ്പടച്ചെത്തി, ഏത് സ്റ്റെപ്പ് വേണമെങ്കിലും കയറാൻ കിതക്കാണ്ട് ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പൊ ഉറപ്പായിട്ടും അവളോട് ചോദിച്ചാൽ അതെ, നല്ല 105 എനിക്കറിയാം. കാലൊന്നും ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാറില്ല. എനിക്ക് ജമ്പിങ് ജാക്സ് ഒക്കെ ഒരു 10 ഒക്കെ ചെയ്യാൻ പറ്റാറില്ല. അതൊന്നും എനിക്ക് കാല് പൊക്കിയൊന്നും ചെയ്യാൻ പറ്റാറില്ല. കഴിഞ്ഞ ആ ഒരു ഓണത്തിന്റെ ഇത് വെച്ചിട്ട് ഇന്നത്തെ ഓണത്തിൽ ഇപ്പൊ ബ്ലൗസ് വന്നോണ്ടേ പറഞ്ഞ ബ്ലൗസ് തയ്ക്കാൻ കൊണ്ട് കൊടുത്തപ്പോ അവര് പറയുന്നെന്ന് ആദ്യം നിങ്ങളൊരു സ്ഥലത്ത് ഉറച്ചിരിക്കുക, എന്നിട്ടൊന്ന് തയ്ച്ചു തരാന്ന്. കാര്യം ഓരോ ദിവസവും മാറ്റം. ഇന്ന് 5 ഇഞ്ച് കുറഞ്ഞു പോയി, ബോഡിന്ന് 5-6 ഇഞ്ച് കുറഞ്ഞു പോയി. അതാണ് ഏറ്റവും വലിയ വെയിറ്റിനേക്കാളും ഒന്നല്ല, ഇത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ അനുഭവിക്കുന്നതാണ്. 1 കിലോ വെയിറ്റ് കുറഞ്ഞാലും നമുക്ക് കിട്ടുന്ന സന്തോഷം, അത് ഹെൽത്തി ആയിട്ട് എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് ചോറ് കഴിക്കാതിരിക്കേണ്ട, അല്ലെ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കേണ്ട, മുട്ട കഴിക്കുക, ഇറച്ചി കഴിക്കുക, എന്ത് വേണേലും കഴിക്കാം. തൈറോയിഡ് അതുപോലെ തന്നെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരാളുടെ റിവ്യൂ ആണിത്. ഇത് എന്താ പറയാ, നമ്മൾ ആ ഒരു അനുഭവിച്ച ഒരാളിൽ നിന്നും ആ കേൾക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. പറ്റുമോ? ഏത് ഡയറ്റിന് പറ്റും. ഇത്രയും നല്ലൊരു റിസൾട്ട് ഡയറ്റാണ്. പറ്റുന്നവരെല്ലാവരും എടുക്കുക. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഡയറ്റാണ്. എല്ലാവർക്കും എടുക്കാൻ പറ്റും, എവിടെ പോയാലും എടുക്കാൻ പറ്റും. അതെ, ഉപയോഗിക്കും മുന്നേ പലർക്കും സംശയമായിരിക്കും ഇതിനകത്ത് എന്താണ്, അല്ലെ എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഉണ്ടോ, പലതരം പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുള്ളപ്പോഴത്തേക്കും നമുക്ക് അതിനെ മറിച്ച് മുന്നോട്ട് വരാൻ ഒത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ ഉപയോഗിക്കുന്നവർക്കറിയാം ഇത് 10 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾ ഉപയോഗിക്കുന്നതാണ്. ഇന്ന് 76ാമത്തെ ബാച്ചാണ്. അപ്പൊ തൈറോയിഡ് ആയിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ആർക്കും ഇതേപോലെ നല്ലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ഹെൽത്തി ആയിട്ട് നല്ലൊരു ഫുഡായിട്ട് യൂസ് ചെയ്യാൻ രാവിലത്തെയും വൈകിട്ടത്തെയും, ഇത് നമ്മളൊരു ഡയറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കാലറി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫുഡ് മാത്രമാണ്. ഇതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ല. ഈ 18 ഇൻഗ്രീഡിയൻസ് നിങ്ങളിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അത് നാച്ചുറലായിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലേ. അച്ഛനും മോളാണോ എന്ന് ചോദിച്ചു ഇന്നലെ. എന്റെ മോളോട് ചേച്ചിയും അച്ഛനും കൂടി എവിടെ പോവാന്ന് ചോദിച്ചു ഇന്നലെ. എറണാകുളത്തേക്ക് പോയി. അത്രയും വ്യത്യാസം വന്നു എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയാണ്. ആ മുമ്പത്തെ ഫോട്ടോ ഇപ്പൊ കയ്യിരിപ്പുണ്ട്, ഒന്ന് എടുക്കാം. ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും.
അപ്പൊ മുമ്പത്തെ ഫോട്ടോ ഞാൻ നമ്മുടെ ആ വീഡിയോയിലൊന്ന് ചേർത്ത് വെച്ചേക്കാം. കാര്യം അതേപോലെ 104 എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ. പിന്നെ ഹൈറ്റ് ഉണ്ട്. അപ്പം നല്ലൊരു വ്യത്യാസമാണ് ഈ 85 കിലോ നിന്ന് 19 കിലോ ഒക്കെ ഈ ഒരു 6 മാസം കൊണ്ട് ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ. അതും ഒരുപാട് കട്ടപ്പണിയല്ല, വർക്കൗട്ടോ കാര്യങ്ങളോ ചെയ്തിട്ടല്ല, ചെറിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വെച്ച് അതുപോലെ 104 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ, ഒട്ടും കഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ആളുടെ ആ 104 എന്ന് പറയുന്ന ആ ഒരു ഫോട്ടോ വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ആ സെയിം ഇതില് ഇതാണ് ആള്. ഓക്കെ, അപ്പം ഇത്രത്തോളം വ്യത്യാസം വരുത്താൻ നമ്മുടെ ഡയറ്റിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. മാഷാ അല്ലാഹ്. അപ്പം നല്ലൊരു ഡയറ്റ് ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാത്തൂൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക. കഴിക്കുന്നവർ ഇത് തന്നെ പറയും, എല്ലാം അടിപൊളി. ഓക്കെ, ടാറ്റാ.